ഹലോ വെൽക്കം ടു നിതീസ് വേൾഡ്. നമ്മളിന്നേ കോഴിക്കോട് ഒരു പുതിയൊരു എക്സ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45 ഡേയ്സ് ഉണ്ട്. ഇതിപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇപ്പം നമ്മുടെ ട്രേഡ് സെൻറ്റർ, കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ സരോവരം അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെയാണുള്ളത്. നമുക്കിവിടെ അണ്ടർ വാട്ടർ ടണലുണ്ട്. അതുപോലെ തന്നെ ഒരു പെറ്റ് ഷോ ആണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ടിക്കറ്റ് കൗണ്ടറാണ് ഈ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. നമുക്ക് ഗൂഗിൾ പേ ഒക്കെ ചെയ്യാം, അതല്ല നോർമൽ പേ ചെയ്തിട്ടാണെങ്കിൽ എടുക്കാം. അങ്ങനെ ഒരു എന്താ ഫിഷിൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യുന്ന പോലൊരു എൻട്രൻസ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നിധി ഇതിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ കയറി ചെല്ലുന്ന സമയത്ത് നമുക്ക് ആദ്യം ഒരു ഡോർ ഓപ്പൺ ചെയ്ത് വരുമ്പം കർട്ടൻസൊക്കെ മാറ്റി വരുന്ന സമയത്ത് നമുക്ക് കുറേ ഫോറിൻ കൺട്രീസിലൊക്കെ ഉള്ള ഒരുപാട് ബേർഡ്സാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് അത്യാവശ്യം നമ്മൾ വീക്കെൻഡിലാണ് പോയത്. അപ്പം അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അതുകൊണ്ട് പറ്റുന്നതൊക്കെ കവർ ചെയ്തു. പിന്നെ കുറേ വിഷ്വൽസ് ഷോർട്സ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ബേർഡ്സ് നല്ല ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള പെറ്റാണല്ലോ അവരതുകൊണ്ട് തന്നെ നമുക്കിപ്പം കയ്യിൽ നമ്മൾ ഫീഡൊക്കെ ആയിട്ടാണ് പോകുന്നതെങ്കിൽ കയ്യിലൊക്കെ വന്നിരിക്കും. പാരറ്റൊക്കെയാണുള്ളത്, പല കളേഴ്സിലുള്ളതും ഉണ്ട്. അതവർ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അവിടെ അങ്ങനെ കുറേ ത്രെഡ്, അതുപോലെ തന്നെ ഇവർക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ബേർഡ്സ് ആണെങ്കിൽ പോലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫീഡ് കൊടുക്കുന്നുണ്ട്, നമുക്കൊക്കെ ലൈവായിട്ട് കാണാം. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് ഫിഷിലേക്കാണ്. അങ്ങനെ ഓരോരോ സെഗ്മെൻ്റായിട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. അത്യാവശ്യം നമ്മളിപ്പം ചെറിയൊരു പെറ്റ് ഷോ പോലെയല്ല. നമ്മളൊരു 120 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്താലും അത് വേർത്താണ്. നമുക്ക് അത്യാവശ്യം കാണാനുണ്ട്. ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിനും അങ്ങനെ പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയാം. നമുക്ക് ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ഫെസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ നമുക്കിപ്പോൾ കൗണ്ടറിൽ കയറി കഴിഞ്ഞാൽ കൗണ്ടേഴ്സ് പല റീജൻസിൽ നിന്നാണെങ്കിലും ഉള്ളത്. ഫുഡ് കമ്പാരിറ്റീവ്ലി ഇതൊരു വലിയ ഷോ ആണ്. നമുക്ക് കുറച്ച് കൗണ്ടറുകളോടെ തീരുന്നതല്ല. പിന്നെ പെറ്റിന് ഇഷ്ടമുള്ള ആളുകൾക്ക് അടിപൊളിയാണ്, അല്ലാത്തവർക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. എല്ലാം അവരവരുടെ ടേസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. ഇതൊക്കെയാണ് ബേർഡ്സ്. നല്ല ഭംഗിയായിട്ടുള്ള ബേർഡ്സാണ്. അതുപോലെ അത് അത്യാവശ്യം നന്നായിട്ട് പെറ്റാണ്. പിന്നെ നമ്മൾ അക്വേറിയംസിലൊക്കെ ഇവരെ സെറ്റ് ചെയ്തിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ മെർമെയ്ഡായിട്ട് അവർ തന്നെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ആ അണ്ടർ വാട്ടർ ടണലിൻ്റെ ആ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കാണാം. നമുക്ക് അതിൽ പോകുന്ന സമയത്ത് ഒരുപാട് ടൈം അണ്ടർ വാട്ടറിലെ ആളുകൾ നിന്നിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്ക് പേഴ്സണലി അങ്ങനെ എൻട്രൻസ് ഇല്ല അതിലേക്ക്. അത് അക്വേറിയം തന്നെയാണ്. അക്വേറിയം സെറ്റ് ചെയ്തിട്ട് അതിലാണ് ഇവർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ടായിരുന്നു പോയിരുന്നത്. നമ്മൾ വീക്ക് ഡേയ്സിൽ പോകുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ നല്ലത്. ഇത് ഇഗ്വാനയാണ്. ഞാൻ ഓരോന്നും പറ്റുന്ന പോലെ എടുത്തിട്ടുണ്ട്. ഫുള്ളി കവർ ചെയ്യാൻ പറ്റിയില്ല, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് ക്യാമറയിലാണെങ്കിലും എടുക്കുമ്പം പിന്നീട് നമ്മൾ ക്യൂവിലുള്ള ആളുകളെയാണ് കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പിന്നെ ഒരുപാട് എടുക്കണം എന്നുള്ളൊരു നമുക്കൊരു ആംബിയൻസ് കിട്ടണ്ടേ, അതുകൊണ്ട് എടുത്തിട്ടില്ല. പക്ഷേ ഇതിലെന്നാലും ഒരുപാട് പുറത്തുള്ള ഒരുപാട് സ്പീഷീസുകൾ, പിന്നെ നമ്മൾ കാണാത്ത കുറേ ക്രിയേച്ചേഴ്സ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ ഇവിടെയൊക്കെ കുറേ നമ്മൾ കാണാത്ത കുറേ അടിപൊളിയായിട്ടുള്ള ആനിമൽസ് ഉണ്ട്. ഒരു എക്സ്പോഷറാണ്. പിന്നെ അതുപോലെ ഇതൊക്കെ കാടയാണ്. നമ്മുടെ നാട്ടിലെ കാടയും പുറത്തുള്ള കാടയും തമ്മിലുള്ള വ്യത്യാസം മേ ബി നമുക്ക് പേര് പോലും നമുക്കതാണെന്ന് മനസ്സിലാവില്ല. ക്വയിലാണെന്ന് നമുക്ക് മനസ്സിലാവില്ല, കാരണം ആ ഒരു ഡിഫറൻസ് കൊണ്ട് നമുക്കിവിടെ നമ്മൾ മെലിഞ്ഞ് ചെറുതായിട്ടുള്ളതാണല്ലോ കാണാറുള്ളത്. പിന്നെ ഇതതുപോലെ തന്നെ ഒരു ഗ്ലൈഡർ. അതിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെക്സാണ്. റെക്സൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ആ ഒരു ഗ്ലാസ്സിൽ ടച്ച് ചെയ്യുമ്പോൾ അതിന് ഇറിറ്റേഷൻ ഉണ്ടോയെന്ന് നമുക്ക് അറിയില്ല. പക്ഷേ എന്നാലും ഷോ ആയതുകൊണ്ട് എല്ലാവരും ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഈവൻ നമ്മളും കുട്ടികളൊക്കെ പറഞ്ഞാലും കേൾക്കില്ലല്ലോ. ഇതൊക്കെ പ്രത്യേക ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ, ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കണം എന്നൊക്കെ. പിന്നെ പൈത്തണൊക്കെ ഇതിൽ വരുന്നുണ്ട്. പൈത്തൺ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതാ പൈത്തൺ എത്തിയിട്ടുണ്ട്. ബോൾ പൈത്തൺ എന്ന പേരുള്ളൊരു പൈത്തണാണ്. അതിൻ്റെ ഏജും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓരോരോ സ്പീഷീസിൻ്റെതും അതിൻ്റെ ലൈഫ് സ്പാൻ എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഷീസ് നെയിം കൊടുത്തിട്ടുണ്ട്, കൺട്രി കൊടുത്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് അതിൻ്റെ ഒറിജിനൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതൊക്കെ കാണാൻ പോകുമ്പോൾ ബെറ്റർ ടൈം എന്ന് പറയുന്നത് ഒരു മിഡ് ഡേയ്സിൽ പോകുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ട്യൂസ്ഡേ, വെനസ്ഡേ ഒക്കെ ഈവനിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ഒരുപാട് ടൈമുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ പോയി കാണുന്നതായിരിക്കും നല്ലത്. വീക്കെൻഡിൽ പൊതുവെ എനിക്ക് തോന്നുന്നു റഷ് ആവുന്നു. പിന്നെ 45 ഡേയ്സ് ഉണ്ട്.
നമ്മളിപ്പോൾ ഇത് ജൂൺ ഒരു മിഡ് ഓഫ് ദ ജൂൺ വരെ എന്തായാലും ഇതുണ്ടായിരിക്കും. മെയ് ഒരു 20th ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ജൂൺ മിഡ് വരെ എന്തായാലും ഉണ്ടായിരിക്കും. എക്സാക്റ്റ് ഡേറ്റ് നോക്കിയിട്ടില്ല. പക്ഷെ പോയി കാണാത്തവരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ലതാണ്. ഒരുപാട് സ്പീഷീസിനെ കാണാൻ പറ്റും. നമ്മളൊരു 120 rupees എൻട്രൻസ് ടിക്കറ്റ് എടുത്താലും നമുക്കതിൽ നഷ്ടമില്ല. കാരണം നമുക്ക് അതിലുള്ള എൻട്രൻസിൽ ഒരുവിധം പെറ്റെല്ലാം. പിന്നെ ഇതിൽ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. നിധിക്ക് ഹോഴ്സ് റൈഡ് ചെയ്യാൻ പറ്റി, പക്ഷേ വീഡിയോസായിട്ട് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പം കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ ഇടാത്തത് കംപ്ലീറ്റ് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് ക്ലിയർ ആകും. ഇതൊക്കെ അക്വേറിയം ഒരു വലിയ സെഗ്മെൻ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ സ്പീഷീസ് എന്ന് പറഞ്ഞ പോലെ കവർ ചെയ്തിട്ടുണ്ട്. സോൾട്ട് വാട്ടറിലുള്ളതും ഫ്രഷ് വാട്ടറിലുള്ളതുമായിട്ടുള്ള സ്പീഷീസുകളുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ചെറിയ ഫിഷസൊക്കെ കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ കുറേ ഫിഷസിൻ്റെയൊക്കെ നമുക്ക് പേര് അറിയാത്തതുണ്ട്. പിന്നെ ടെട്ര, ഡിസ്കസ്, അതുപോലത്തെ കുറച്ച് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫിഷസും നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ എനിക്ക് തോന്നുന്നു ഡയറക്റ്റ് പോയി കാണുന്നതൊരു ഫീൽ തന്നെയാണ്. ഇത് കുറച്ച് വലിയ ഫിഷസൊക്കെയാണ്. പിന്നെ അതുപോലെ നമ്മൾ ഈ തെരണ്ടി മീനൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട് ഫ്ലോട്ട് ചെയ്യുന്നതൊക്കെ. വലിയ അക്വേറിയം ആയതുകൊണ്ട് ഭയങ്കര അടിപൊളിയാണ്. അതിന് ആർക്ക് ഷേപ്പിലാണല്ലോ. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മുടെ അണ്ടർ വാട്ടർ ടണൽ. പിന്നെ പൊതുവേ നമുക്കിത് അവിടെ കാലിക്കറ്റ് നമുക്ക് എക്സിബിഷൻസും ഫ്ലവർ ഷോസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറ് നമ്മളെ വെക്കേഷൻ, ആ ഒരു സമ്മർ വെക്കേഷൻ ഏപ്രിൽ ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഇനി ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണാം. കാലിക്കറ്റുള്ള ആളുകൾക്കൊക്കെ പോയി കാണാവുന്നതാണ്. ദൂരെ നിന്ന് വന്ന് കാണാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇവിടെയുള്ള ആളുകൾക്ക് കുറച്ച് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ളവർക്ക് പോയി കാണാം.